63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം വേദിയായ MG നിലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ രാവിലെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോഴാണ് യഥാർത്ഥ കലോത്സവത്തിന്റെ ഉത്സവമായിരിക്കുന്നത്, ആഘോഷമായിരിക്കുന്നത്. കാരണം ഇപ്പോൾ വേദിയിൽ നടക്കുന്നത് HS വിഭാഗത്തിന്റെ സംഘനൃത്തമാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആരവത്തിലാണ് തലസ്ഥാന നഗരി. ഒന്നാം വേദിയിൽ സംഘനൃത്തം നടന്നപ്പോൾ വർണ്ണ കാഴ്ചകൾക്കാണ് അനന്തപുരി സാക്ഷ്യം വഹിച്ചത്. ഉത്സവാവേശത്തിൽ തന്റെ വിദ്യാഭ്യാസ കാലത്തെ കലോത്സവ വിശേഷങ്ങൾ കേരള കൗമുദിയോട് പങ്കുവച്ച് മേയർ ആര്യ രാജേന്ദ്രൻ. കലോത്സവത്തിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായി നടന്നിട്ടുണ്ടെന്നും എല്ലാം നിയന്ത്രണ വിധേയമാണെന്നും മേയർ പ്രതികരിച്ചു. വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങളെല്ലാവരും ഈ കലോത്സവത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ അനുഭവത്തിൽ, എൻ്റെ അനുഭവത്തിലും ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരുപാട് വ്യത്യാസം ഇപ്പോഴുണ്ട്. 10 വർഷം പിന്നിടുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം, കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, ഒരുപാട് അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരമുണ്ട്. എല്ലാവരും നന്നായി തന്നെ അവരുടെ കലാപരിപാടികൾ, കലാമത്സരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് സന്തോഷമാണ്. എല്ലാം നിയന്ത്രണ വിധേയം തന്നെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം ഇവിടെ വന്നിട്ടുള്ള, പുറത്തുനിന്ന് വന്നിട്ടുള്ളവരുൾപ്പെടെ സർക്കാരും നഗരസഭയും ഒക്കെ കൊടുക്കുന്ന നിർദ്ദേശത്തോട് പൂർണ്ണമായി അവര് ഒപ്പം നിൽക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നൃത്തവും ഉദ്ഘാടന ചടങ്ങിൽ അരങ്ങേറി. 25 വേദികളിലായി നടക്കുന്ന 249 മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് 15,000-ലേറെ വിദ്യാർത്ഥികളാണ്. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്തവും ഒപ്പനയും ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മാർഗം കളിയും ആദ്യ ദിനം വേദിയിലെത്തി. ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളും തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന് എത്തിയെന്നതും ശ്രദ്ധേയമാണ്. നാടക അവതരണത്തിന് തകഴിയുടെ വെള്ളപ്പൊക്കത്തിലെന്ന കഥയാണ് വെള്ളാർമലയിലെ കുട്ടികൾ തെരഞ്ഞെടുത്തത്. ജനുവരി 8 അവസാനിക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആരായിരിക്കും സ്വർണ്ണ കപ്പ് നേടുക, അല്ലെങ്കിൽ സ്വർണ്ണ കപ്പ് സ്വന്തമാക്കുക എന്നുള്ള വാശിയിലാണ് ഇനി അനന്തപുരി ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴി അറിയാം അല്ലേ? ക്യാമറ പേഴ്സൺ ആൽവിനൊപ്പം അക്ഷയ സാബു, കൗമുദി TV.